So this is binary phase shift key or BPSK. ഈ binary ഇതാണ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീ അല്ലെങ്കിൽ BPSK. ഹിയർ കാരിയർ ഫേസ് ഈസ് ചേഞ്ച് ബിറ്റ്വീൻ 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. അതായത് നമ്മൾ ഈ കാരിയറിന്റെ ഫേസ് നമ്മൾ 0 അല്ലെങ്കിൽ 180 ഡിഗ്രി അങ്ങനെ ചേഞ്ച് ചെയ്യും ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് സിഗ്നൽ. സോ ഇറ്റ് ഈസ് കോൾഡ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീ. ആൻഡ് ബൈനറി മീൻസ് ഹിയർ വി ക്യാൻ ട്രാൻസ്മിറ്റ് 2 സിമ്പിൾസ്, ഐദർ 0 അല്ലെങ്കിൽ 1. സോ 0 ആണെങ്കിൽ വാട്ട് ആർ ദ കാരിയർ ചേഞ്ച്, അല്ലെങ്കിൽ കാരിയറിൽ എന്ത് ചേഞ്ച്. 1 ആണെങ്കിൽ കാരിയറിൽ എന്ത് ചേഞ്ച് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഹിയർ ദ കാരിയർ ഫേസ് ഈസ് ചേഞ്ച്ഡ് ബിറ്റ്വീൻ 0 ഡിഗ്രി and 180 degree based on the input signal. So it is called binary phase shift key. Here we have a pair of signals S1 of t and S2 of t to represent binary 0 and binary 1. So നമുക്ക് ഇവിടെ ഒരു pair of signals ഉണ്ട്, S1 of t, S2 of t. So ഈ S1 of t എന്ന് പറഞ്ഞാൽ it corresponds to when symbol 1 transmit ചെയ്യുന്ന സമയത്ത്, and S2 of t എന്ന് പറയുന്നത് it corresponds to a signal which when നമ്മൾ symbol 0 transmit ചെയ്യുമ്പോഴുള്ള സിഗ്നൽ ആണ് S2 of t. So symbol 1 transmit ചെയ്യുമ്പോഴുള്ള സിഗ്നൽ ആണ് S1 of t, and symbol 0 transmit ചെയ്യുന്നതിനുള്ള കേസിലാണ് സിഗ്നൽ S2 of t. So നമുക്കറിയാം if the carrier frequency നമ്മൾ ഇന്നലെ carrier signal നമ്മൾ ഇന്നലെ ഇക്വേഷനിൽ കണ്ടു, that is C of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC cos 2 pi FCT plus phi C ആണ്. ഈ phi will change for S1 of t. അതായത് നമ്മൾ ഇന്നലെ C of t ന്റെ ഇക്വേഷൻ കണ്ടായിരുന്നു. C of t ന്റെ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതിൽ നമ്മൾ C of t എന്ന് പറഞ്ഞാൽ AC cos 2 pi FCT plus phi C ആണ്. ഈ ഒരു PSK ന്റെ കേസിൽ ഈ phi ആണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഈ ഫേസ് വിൽ ചേഞ്ച് ഫോർ S1 of t. S1 of t അതായത് നമ്മൾ സിമ്പിൾ 1 അയക്കുമ്പോൾ ഈ ഫേസ് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഫോർ ബിറ്റ് 1 S1 of t ചേഞ്ച് ചെയ്യും, ആൻഡ് ബിറ്റ് 0 S2 of t ചേഞ്ച് ചെയ്യും. S2 of t ന്റെ phi ആണ് ചേഞ്ച് ചെയ്യുന്നത്, that is frequency അല്ല ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി AC cos 2 pi FCT plus 0 ഡിഗ്രി ആണ്. അതായത് ബിറ്റ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ 0 ഡിഗ്രി ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്, കാരിയറിന്റെ 0 ഡിഗ്രിയിലാണ് ചേഞ്ച് വരുത്തുന്നത്, കാരിയറിന്റെ 0 ഡിഗ്രിയിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം S1 of t എന്താവും, നമ്മൾ കാരിയർ സിഗ്നൽ ഇക്വേഷൻ അനുസരിച്ചിട്ട് phi C അപ്പം 0 ഡിഗ്രി ആവും. ദാറ്റ് ഈസ് കാരിയർ സിഗ്നൽ ഇക്വേഷൻ എന്താ, C of t equal to AC cos 2 pi FCT plus phi C. അപ്പൊ നമ്മൾ ഈ BPSK നമ്മൾ സിഗ്നലിനെ ചേഞ്ച് ചെയ്യുന്നത് 0 ഡിഗ്രി ടു 180 ഡിഗ്രിയാണ് ചേഞ്ച് ചെയ്യുന്നത്, 0 ആൻഡ് 180 ഡിഗ്രിയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം S1 of t അതായത് സിമ്പിൾ 1 അയക്കുമ്പോൾ നമ്മളെ കാരിയർ സിഗ്നൽ എങ്കിൽ S1 of t എന്താവും, A cos 2 pi FCT ആവും, ദാറ്റ് ഈസ് phi C equal to 0. ആൻഡ് S2 of t എന്താവും, A cos 2 pi FCT plus 180 ഡിഗ്രി. ഹിയർ നമുക്ക് അറിയാം നമ്മൾ ഈ എന്റെ പകരമാണ് നമ്മൾ √2 EB by TB, അത് എന്റെ വാല്യൂ ആണ് ദിസ് √2 EB by TB എന്നുള്ളത്. നമ്മളിപ്പോ ഇവിടെ സപ്പോസ് ചെയ്യാം, ഇവിടെ A ആണ് സപ്പോസ് ചെയ്യുക, അതായത് √2 EB by TB ന്റെ സ്ഥലത്ത് A ആണ് സപ്പോസ് ചെയ്യുക. സോ ദിസ് വിൽ ബി S1 of t, അതായത് സിമ്പിൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ S1 of t എന്ന് പറയുന്നത് A cos 2 pi FCT അല്ലെങ്കിൽ AC cos 2 pi FCT ആണ്. ആൻഡ് സിമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം A cos 2 pi FCT plus 180 ഡിഗ്രി, phi C ന്റെ വാല്യൂ 180 ഡിഗ്രി ആണ്. സോ ഈ A cos 2 pi FCT plus 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് A cos 2 pi FCT ആണ്. സോ ഇവിടെ എങ്ങനെയാ ഈ എന്റെ വാല്യൂ, അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് വി ആർ റെപ്രസെന്റിംഗ് ഇൻ ടേംസ് ഓഫ് എനർജി. ഹിയർ നമ്മൾ ഈ S1 of t ക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് അതായത് A cos 2 pi FCT എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അവിടെ നമ്മൾ എന് ഇൻ ടേംസ് ഓഫ് ആംപ്ലിറ്റ്യൂഡിനെ വി ആർ റെപ്രസെന്റിംഗ് ഇൻ ടേംസ് ഓഫ് എനർജി ഫംഗ്ഷൻ കാണാം. ഇവിടെ നമുക്ക് കാണാം ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എനർജി ഫംഗ്ഷനിൽ നമ്മൾ എഴുതിയിട്ടുള്ളത്, ദാറ്റ് ഈസ് √2 EB by TB എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇവിടെ എങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് EB ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളിവിടെ
ഇബിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇബിന്റെ വാല്യൂ അതിൽ എനർജിന്റെ വാല്യൂ, അതായത് എനർജി പെർ ബിറ്റ് ആണ് ഇബി എന്ന് പറയുന്നത്. സോ ഇബിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to TB, അതായത് S1 of t ആണ്, അതായത് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി ആണ് ഇബിന്റെ വാല്യൂ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സിഗ്നൽ ഈ S1 of t കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇബിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് എനർജി വാല്യൂ റിലേറ്റഡ് ടു ദി സിഗ്നൽ S1 of t, അല്ലെങ്കിൽ സിഗ്നൽ S1 of t ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എനർജി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനർജി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? ഇ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to TB S1 of t the whole square dt ആണ്. അപ്പം ഈ S1 of t the whole square dt നമ്മൾ എന്ത് ചെയ്യും? S1 of t എന്ന് പറഞ്ഞാൽ എന്താ? a cos 2pi fct dt ആണ്. അപ്പം അതിനെ സ്ക്വയർ ചെയ്യും. ആ S1 of t ഈ പറഞ്ഞ ഇബിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇബിന്റെ വാല്യൂ a²TB/2 എന്നുള്ള വാല്യൂ കിട്ടും. അതായത് നമ്മൾ ഒന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇബി എന്നുള്ള വാല്യൂ, ഇബി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ 0 to TB S1 of t the whole square dt ആണ്. S1 of t the whole square dt ന്റെ വാല്യൂ നമുക്കറിയാം. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഇറ്റ് ഇസ് 0 to TB S1 square t dt ആണ് ഇബിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. അതിൽ S1 of t ന്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് a cos 2pi fct. അതായത് നമ്മൾ ഇവിടെ a സബ്സ്റ്റിറ്റ്യൂട്ട്, a ആണ് ഇനീഷ്യലി ഉള്ളത്, അവിടെ നമ്മൾ a ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ S1 of t എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഇസ് a cos 2pi fct ആണ്. സോ നമ്മൾ ഇബിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇബി ഈസ് നത്തിങ് ബട്ട് ഇബി ഈക്വൽ ടു 0 to TB S1 of t the whole square dt ആണ്. സോ ഈ S1 of t ന്റെ വാല്യൂ നമ്മൾ ഇബിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് ഇബി ഈസ് നത്തിങ് ബട്ട് a²TB/2 ആണ് കിട്ടി. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഇബി എന്ന് പറഞ്ഞാൽ a²TB/2 ആണ്. a²TB/2. സോ അതിൽ നിന്ന് വി ഗെറ്റ് ദാറ്റ് a² വാല്യൂ ഇപ്പൊ എന്താ? അത് നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a² വാല്യൂ കിട്ടും. a² വാല്യൂ എന്ന് പറഞ്ഞാൽ EB/2/TB ആണ്. ദാറ്റ് ഇസ് a² വാല്യൂ EB into 2/TB. അപ്പം അതിൽ നിന്ന് a² വാല്യൂ EB/2 into TB ആണെങ്കിൽ a വാല്യൂ എന്തായിരിക്കും? √2 EB/TB. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള a. ഇനീഷ്യലി S1 of t ന്റെ വാല്യൂ a cos 2pi fct ആണ്. ആ a cos 2pi fct-നകത്ത് നമ്മൾ എന്ത് ചെയ്യും? ആംപ്ലിറ്റ്യൂഡിന്, അതായത് a ഇൻ ടേംസ് ഓഫ് എനർജി ഫംഗ്ഷൻ EB-യിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ EB. EB-ന്റെ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് EB ഈസ് ഇക്വൽ ടു a²TB/2 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് a ന്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് നമ്മളിപ്പോ എഴുതുവാണ് EB ഈക്വൽ ടു a²TB/2 ആണെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് √2 EB/TB. അത് മാത്രമാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സിമിലർലി ഫോർ സിമ്പിൾ ബി ഓൾസോ S2t നമ്മൾ S2t ഈസ് ഇക്വൽ ടു a cos 2pi fct പ്ലസ് 180 ഡിഗ്രി, അതർവൈസ് മൈനസ് a cos 2pi fct എന്നാണ്. സോ ഇവിടെ നമ്മൾ മൈനസ് a, അതായത് ആംപ്ലിറ്റ്യൂഡിന് നമ്മൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആംപ്ലിറ്റ്യൂഡിന് ഇൻ ടേംസ് ഓഫ് എനർജി പെർ ബിറ്റ് ആക്കി മാറ്റും, അല്ലെ ഇതിന്റെ ഇക്വേഷനിലേക്ക് മാറ്റുമ്പോൾ -√2 EB/TB cos 2pi fct എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഹിയർ EB എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ, അതായത് സിമ്പിൾ 1 ആകുമ്പോൾ ആ സിമ്പിൾ 1ന്റെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ ബിറ്റ് ആണ്. ആൻഡ് FC എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി ആണ്. ആൻഡ് ഇൻ കേസ് ഓഫ് BPSK കേസിൽ നമുക്കറിയാം ദർ ഇസ് ഓൺലി വൺ ബേസിസ് ഫംഗ്ഷനേ ഉള്ളതാണ് പറയുന്നത്. Since we have only one carrier frequency FC. ഇവിടെ നമുക്ക് S1 of t കാരിയർ ഫ്രീക്വൻസി FC ആണ്, S2 of t കാരിയർ ഫ്രീക്വൻസി FC ആണ്. സോ ഇവിടെ വൺ കാരിയർ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് we can say that here it have only one basis function. ഇവിടെ അതായത് ഈ ഒരു BPSK കേസിൽ ഇറ്റ് ഹാവ് ഓൺലി, പിന്നെ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ BPSK എന്ന് പറഞ്ഞ ഒരു എനർജി സിഗ്നൽ ആണ്, ഇറ്റ്സ് നോട്ട് എ പവർ സിഗ്നൽ. സോ ഇൻ BPSK കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഓൺലി വൺ ബേസിസ് ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഇസ് φ1 of t. ആ φ1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട്, അതായത് ഇവിടെ നമ്മൾക്ക് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വി ഹാവ് ഓൺലി വൺ ഫ്രീക്വൻസി ഈസ് യൂസ്ഡ്. സോ വി ഹാവ് ഓൺലി വൺ ബേസിസ് ഫംഗ്ഷൻ, ദാറ്റ് ഇസ് φ1 of t. φ1 of t എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് √2 EB cos 2pi fct ആണ്. സോ ഈ φ1 of t എങ്ങനെയാ ഫൈൻഡ് ചെയ്യുന്നത്? നമ്മൾ ഗ്രാം സ്മിത്തിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രാം സ്മിത്തിൽ നമ്മൾ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അതായത് ഇപ്പം φ1 of t ആണെങ്കിൽ S1 of t ഡിവൈഡഡ് ബൈ √EB എന്ന് പറഞ്ഞ ഇക്വേഷൻ, അതായത് എനർജിന്റെ റൂട്ട്, ദാറ്റ് ഈസ് φ1 of t is nothing but S1 of t divided by √EB. അങ്ങനെയാണെങ്കിൽ we get the equation
റൂട്ട് ഇ ബി S1 of t ഇക്വേഷൻ നമുക്കറിയാം. അപ്പം φ1 of നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. φ1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 of t ഡിവൈഡഡ് ബൈ റൂട്ട് ഇ ബി ആണ്. ഈ S1 of t ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. S1 of t ഇക്വേഷൻ ഇറ്റ്സ് നത്തിങ് ബട്ട് റൂട്ട് 2 ഇ ബി ബൈ ടി ബി cos 2π fct ആണ് ഈ S1 of t ഇക്വേഷൻ. സോ നമ്മളെ φ1 of t S1 of t ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ റൂട്ട് ഇ ബിയും ഈ റൂട്ട് ഇ ബിയും ക്യാൻസൽ ആവും. So we get the equation φ1 of t എന്ന് പറഞ്ഞാൽ root 2 by tb cos 2b fct ആണ്. Here in the t എന്ന് പറഞ്ഞാൽ in the range between 0 to tb ആണ്. And therefore S1 of t and S2 of t can be written as root eb cos 2π φ1 of t. നമുക്ക് ഇവിടെ ഈ ഒരു φ1 of t ഈ S1 of t ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is root 2 by tb cos 2π fct ആണ് φ1 of t. So S1 of t എന്ന് പറയുമ്പോൾ φ1 of t into root eb അല്ലെങ്കിൽ root eb into φ1 of t and S2 of t എന്ന് പറയുമ്പോൾ minus root eb into φ1 of t. So ഇത് ഒന്നും കൂടി പറയാം. നമ്മൾക്ക് കാരിയർ ഫേസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ആണ്. ആൻഡ് നമ്മൾ സിമ്പിൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കാരിയർ ഫ്രീക്വൻസി 5c എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണ്. ആൻഡ് നമ്മൾ സിമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കാരിയർ ഫ്രീക്വൻസി 5c എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ബൈനറി ഫേസ് ഷിഫ്റ്റ് കീങ് പറയും. ഇവിടെ ബൈനറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സിമ്പിൾസ് ആയി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഐദർ 1 ഓർ 0. സോ നമ്മൾ രണ്ട് പെയർ ഓഫ് സിഗ്നൽസ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് S1 of t, S2 of t. S1 of t എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു സിമ്പിൾ 1, S2 of t എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ടു സിമ്പിൾ 0. സോ ഫസ്റ്റ് നമുക്ക് S1 of t, S2 of t ഇക്വേഷൻ കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതും. അപ്പൊ നമുക്കറിയാം S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a cos 2π fct plus φc ആണ് ബേസിക് ഇക്വേഷൻ. അതായത് ഒരു സിഗ്നൽ റെപ്രസെന്റ് ചെയ്യുന്ന ബേസിക് ഇക്വേഷൻ S of t എന്ന് പറയുന്നത് a cos 2π fct plus φc ആണ്. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമുക്ക് ഇവിടെ അറിയാം S1 of t ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ φc എന്ന് പറയുന്നത് 0 ആണ്. സോ ഇറ്റ് ബിക്കം ഓട്ടോമാറ്റിക്കലി S1 of t ഈക്വൽ ടു a cos 2π fct. അപ്പം നമ്മൾ ഇവിടെ ഇത് ഫൈനലായിട്ട് കിട്ടിയൊരു ഇക്വേഷൻ ആണ്. നമുക്കത് അറ്റൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം S1 of t അതായത് എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇൻ ടേംസ് ഓഫ് ഇ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. സോ ഇതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇ ബി എനർജി വാല്യൂ കറസ്പോണ്ടിങ് ടു സിമ്പിൾ 1 അതായത് S1 of t എനർജി ഓഫ് S1 of t നമ്മൾ കണ്ടുപിടിക്കും. ആ എനർജിന്റെ വാല്യൂ നമുക്ക് ഒപ്റ്റെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ഇ ബി എന്ന് പറയുന്നത് a സ്ക്വയർ ടി ബി ബൈ 2 ആണ്. ഇ ബി ഈക്വൽ ടു a സ്ക്വയർ ടി ബി ബൈ 2. ഈ ഇ ബി ഈക്വൽ ടു a സ്ക്വയർ ടി ബി ബൈ 2 ന്ന് നമ്മൾ എന്ത് ചെയ്യും, എ സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. സോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് വിൽ ബി ഇ ബി ബൈ 2 ഇൻറ്റു ടി ബി ആവും. ഇ ബി ഇൻറ്റു 2 ബൈ ടി ബി. എ സ്ക്വയറിന്റെ വാല്യൂ ഇ ബി ഇൻറ്റു 2 ബൈ ടി ബി. അപ്പൊ എ സ്ക്വയറിന്റെ വാല്യൂ ഇ ബി ഇൻറ്റു 2 ബൈ ടി ബി ആകുമ്പോൾ എന്റെ വാല്യൂ എന്തായിരിക്കും, ഹോളിന്റെ റൂട്ട് വരും. ദാറ്റ് ഈസ് റൂട്ട് 2 ഇ ബി ബൈ ടി ബി. അപ്പം ഈ എന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് S1 of t ക്ക് a cos 2π fct ആയിരുന്നു ബേസിക് ജനറൽ ഇക്വേഷൻ. സോ ഇൻ പ്ലേസ് ഓഫ് എ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് the value of a which is nothing but root 2 EB by TB. Similarly for S2 of t ku we cos 2π fct plus 180 degree എന്ന് പറയുമ്പോൾ minus cos 2π fct അല്ലെങ്കിൽ cos theta plus 180 degree എന്ന് പറയുമ്പോൾ minus cos 2 theta എന്നുള്ള 2 fc എന്നുള്ള രീതിയിൽ വരും. That is minus a cos 2π fct. So a ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. സോ a ന്റെ വാല്യൂ ഇവിടെയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So we get the symbol signal S1 of t, S2 of t corresponding to symbol 1 and 0. അതിൽ ഇ ബി എന്ന് പറയുന്നത് എനർജി ആണ്, സിഗ്നൽ എനർജി പെർ ബിറ്റ് ആണ്. എഫ് സി എന്ന് പറഞ്ഞാൽ കാരിയർ ഫ്രീക്വൻസി ആണ്. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ ഗ്രാം സ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയറിൽ നമ്മൾ പഠിച്ചായിരുന്നു. φ1 of t ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ φ1 of t is nothing but S1 of t, φ1 of t is nothing but is equal to S1 of t divided by root TB. ഇവിടെ S1 of t ന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈ S1 of t ഇക്വേഷനിൽ നമ്മൾ ഡിവൈഡഡ് ബൈ റൂട്ട് ടി ബി കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ നിന്നുള്ള റൂട്ട് ടി ബിയും താഴെയുള്ള റൂട്ട് ടി ബിയും പോയി ഇറ്റ് വിൽ ബിക്കം റൂട്ട് 2 ബൈ ടി ബി കോസ് 2π fct എന്നാവും. അതാണ് കറസ്പോണ്ടിങ് φ1 of t. φ1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 of t divided by root TB ആണ്. So here we are dividing this term by root TB which will give the φ1 of t. അപ്പം ഈ ഒരു ടേമിനെ നമ്മൾ റൂട്ട് ടി ബി വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ φ1 of t. ഈ φ1 of t എന്ന് പറഞ്ഞ വാല്യൂ അപ്പം താഴത്തെ റൂട്ട് ടി ബിയും മുകളിലത്തെ റൂട്ട് ടി ബിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റെസ്റ്റ് വാല്യൂ എന്താ,
root 2 TB by cos 2 pi FCT. So phi 1 of t is nothing but root 2 TB cos 2 pi FCT. അപ്പം in case of BPSK there is only one basis function. phi 1 of t എന്ന് പറഞ്ഞാൽ ഒറ്റ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒറ്റ ഫ്രീക്വൻസി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. FC എന്ന് പറയുന്നത് ഒറ്റ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുള്ളൂ. Hence we have only one basis function. If we observe S1 of t and S2 of t, we can say that S1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus of S2 of t ആണ്. That is symbol 1 S1 of t, symbol 0 S2 of t ആണ്. രണ്ടിന്റെ വാല്യൂ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും S1 of t എന്ന് പറഞ്ഞാൽ minus S2 of t, and that is 180 degree out of phase ആണ് S2 of t. So only one basis function is required as there is only single frequency. If it require if other frequency component ഉണ്ടെങ്കിൽ there may be other basis function also. ഇവിടെ single frequency component ആയതുകൊണ്ട് മാത്രം ഇവിടെ single basis function മാത്രമേ ഉള്ളൂ. സോ ഈ അതുകൊണ്ട് തന്നെ സിംഗിൾ ബേസിസ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം ഈ BPSK എന്ന് പറയുന്നത് ഒരു വൺ ഡയമെൻഷണൽ മോഡുലേഷൻ സ്കീമാണ്. ഇവിടെ ഒറ്റൊരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരു ബേസിസ് ഫംഗ്ഷനേ ഉള്ളൂ. സോ വി സേ ദാറ്റ് ദിസ് BPSK is a one dimensional modulation scheme. സോ BPSK ഒരു വൺ ഡയമെൻഷണൽ മോഡുലേഷൻ സ്കീമാണ് നമ്മൾ പറഞ്ഞു. നമ്മള് ഈ phi 1 of t കാണുന്ന ഇക്വേഷൻ ആണ് ഇത്. ദാറ്റ് ഇസ് phi 1 of t എന്ന് പറഞ്ഞാൽ S1 of t ഡിവൈഡ് ബൈ റൂട്ട് EB ആണ്. S1 of t ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എഴുതി. ദാറ്റ് ഇസ് root 2 EB by TB cos 2 pi FCT ആണ്. സോ താഴത്തെ റൂട്ട് EB യും മുകളിലത്തെ റൂട്ട് EB യും ഗെറ്റ് ക്യാൻസൽ. സോ phi 1 of t എന്ന് പറയുന്നത് root 2 TB by cos 2 pi FCT ആണ്. So this is the basis function. നമുക്ക് ബേസിസ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഒറ്റ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെ ഒരു ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ, സിംഗിൾ ഫ്രീക്വൻസി ആണ്. സോ ഈ BPSK സ്കീമിന് വൺ ഡയമെൻഷണൽ മോഡുലേഷൻ സ്കീം എന്ന് കൂടി പറയും. Now we are going to discuss the കോൺസ്റ്റലേഷൻ ഡയഗ്രം എങ്ങനെയാണെന്ന് കാണാം. ഈ BPSKന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രം അല്ലെങ്കിൽ സിഗ്നൽ സ്പേസ് ഡയഗ്രം അല്ലെങ്കിൽ ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ദിസ് BPSK. ഈ കോൺസ്റ്റലേഷൻ പോയിന്റ് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബേസിക് ഫോർമുല എന്ന് വെച്ചാൽ SIJ. നമ്മൾ ഗ്രാംസ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ S11 എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ബേസിക് ഫോർമുല ആണ് 0 to t S1 of t into phi 1 of t dt. ഇതാണ് ബേസിക് ഫോർമുല. സോ ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രം നമ്മൾ വരക്കുമ്പോൾ അല്ലെങ്കിൽ ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽ വരക്കുമ്പോൾ നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്ത S11 ഉം S21 ആണ്. അതായത് രണ്ട് മെസ്സേജ് പോയിന്റ്സ് ആണ് ദിസ് S11 and S21. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ SIJ ഈക്വൽ ടു 0 to TB SI of t into phi j of t dt. ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല. നമുക്ക് അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതാണ് ബേസിക് ഫോർമുല. ദാറ്റ് ഈസ് SIJ. നമ്മൾ കോൺസ്റ്റലേഷൻ ഡയഗ്രാം അല്ലെങ്കിൽ ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദിസ് ബേസിക് ഫോർമുല ടു ഡ്രോ അല്ലെങ്കിൽ ടു പോയിന്റ് ഔട്ട് മെസ്സേജ് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഫോർമുല ആണ് ഇത്. ദാറ്റ് ഈസ് SIJ ഈക്വൽ ടു 0 to TB S1 of t into phi 1 of t dt. അപ്പം ഐന്റെ വാല്യൂ നമുക്കറിയാം ഇറ്റ് റേഞ്ച് ഫ്രം 1 to m. ഇവിടെ m എത്രയാ? ഇത് ബൈനറി സിഗ്നൽ ആണ്. ദാറ്റ് ഈസ് m കറസ്പോണ്ട്സ് ടു സിമ്പിൾ ആണ്, ട്രാൻസ്മിറ്റിംഗ് സിമ്പിൾ ആണ്. ഇവിടെ m എന്ന് പറഞ്ഞാൽ 2 ആണ്. Since it can transmit only two symbols, that is 1 and 0. So m equal to 2. So I can take values from 1 to 2. And j എന്ന് പറയുന്നത് is 1 to n ആണ്. And ഇവിടെ n എന്ന് പറഞ്ഞാൽ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ആണ്. BPSK ആയതുകൊണ്ട് തന്നെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. That is phi 1 of t. So n ന്റെ വാല്യൂ 1 ആണ്. So I can take value 1 to 2 and j can takes value 1. So നമ്മൾ ഇവിടെ correspondingly m equal to 2, n equal to 1 ആണ്. So we have two values for m, that is two values for I, that is 1 and 2, that is S1 S2. And here we have j ക്ക് 1 value ഉള്ളൂ, that is n equal to 1, since we have only one basis function. So S11 എന്ന് പറയുന്നത് 0 to TB, അതായത് I equal to 1 ഉം j equal to 1 ഉം ആണ്.
S11 വരുന്നത്. സോ S11 എന്ന് പറയുന്നത് 0 to TB, S1 of t, phi 1 of t dt ആണ്. ആൻഡ് S21 എന്ന് പറയുന്നത് that is I equal to 2, j equal to 1 is nothing but 0 to TB, S2 of t, phi 1 of t dt. ഇതാണ് നമ്മുടെ രണ്ട് മെസ്സേജ് പോയിന്റ്. കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിലുള്ള രണ്ട് മെസ്സേജ് പോയിന്റ് ആണ് S11 ഉം S21 ഉം. ഇനി നമുക്ക് ഈ S11 ഉം S21 ന്റെ വാല്യൂസ് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈ S11 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to TB. ഈ S1 of t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം S1 of t എന്ന് പറഞ്ഞാൽ എനർജി ആണ്. എനർജി എന്ന് പറഞ്ഞാൽ റൂട്ട് TB. ആൻഡ് S1 of t എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് S1 of t എന്ന് പറഞ്ഞാൽ റൂട്ട് TB ഇൻറ്റു phi 1 of t ആണ് ഇത് S1 of t എന്ന് പറയുന്നത്. അതായത് നമുക്ക് S1 of t ന്റെ വാല്യൂ phi 1 of t ഇൻറ്റു റൂട്ട് TB ആണ്. വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് റൂട്ട് TB ഇൻറ്റു phi 1 of t. പിന്നെ ഇവിടെ ഒരു phi 1 of t ഉണ്ട്. അപ്പം phi 1 of t ഹോൾ സ്ക്വയർ വരും, phi 1 of t സ്ക്വയർ വരും. അപ്പം നമുക്കറിയാം 0 to ഇന്റഗ്രൽ ഓഫ് ഇൻ ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയറിന്റെ അകത്ത് 0 to TB phi 1 of t ഹോൾ സ്ക്വയർ dt എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിന്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. സോ ഓട്ടോമാറ്റിക്കലി 0 to TB റൂട്ട് TB ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റഗ്രൽ, അതായത് ഇന്റഗ്രേറ്റിംഗ് ദ എനർജി സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി റൂട്ട് TB. അതായത് S11 എന്ന് പറയുന്നതിന്റെ വാല്യൂ റൂട്ട് TB യും സിമിലർലി S21 എന്ന് പറയുന്നതിന്റെ വാല്യൂ മൈനസ് റൂട്ട് TB ആണ്. സോ നമുക്ക് കോൺസ്റ്റലേഷൻ ഡയഗ്രം ഇനി പ്ലോട്ട് ചെയ്യാം. സോ നമുക്ക് രണ്ട് മെസ്സേജ് പോയിന്റ്സ് ആ ഉള്ളത്, S11 ഉം S21 ഉം. അതായത് മെസ്സേജ് പോയിന്റ്, അതായത് ഒരു കോൺസ്റ്റലേഷൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സിഗ്നൽ വരക്കുമ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മെസ്സേജ് പോയിന്റ് എവിടെയാണുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഈ മെസ്സേജ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ദിസ് Sij equal to 0 to TB, S1 of t, S1t, phi 1t dt ആണ്. ഇതിന്റെ I വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ സിമ്പലിനെ ഡിപ്പെൻഡ് ചെയ്യും. J വാല്യൂ എന്ന് പറയുന്നത് നമ്മളെ ബേസിസ് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ സിമ്പൽ എന്ന് പറയുന്നത് രണ്ട് സിമ്പലുള്ള സിമ്പൽ 1 and 0. സോ I വാല്യൂ can take 1, 2, that is m equal to 2. And here J എന്ന് പറയുന്നത് 1 ബേസിസ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് n equal to 1. സോ ഓട്ടോമാറ്റിക്കലി S11 എന്ന് പറയുന്നത് 0 to TB, S1 of t, phi 1 of t dt ആണ്. S21 എന്ന് പറയുന്നത് 0 to TB, S2 of t, phi 1 of t dt ആണ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ നമുക്കറിയാം S1 of t എന്ന് പറയുന്നത് നമ്മളെ ബേസിസ് ഫംഗ്ഷന്റെ ഇക്വേഷൻ we obtain that S1 of t is nothing but root TB into phi 1 of t. അപ്പം അതിന് ഈ S1 of t ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get that S1 of t is nothing but root TB into phi 1 of t into phi 1 of t. അപ്പൊ അവിടെ phi 1 of t ഹോൾ സ്ക്വയർ വരും. അപ്പം നമുക്കറിയാം 0 to TB phi 1 of t ഹോൾ സ്ക്വയർ dt എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് വാല്യൂ 1 ആണ്. സോ 0 to TB റൂട്ട് TB dt എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എനർജിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു റൂട്ട് TB തന്നെ വരും പ്ലസ് റൂട്ട് TB. സിമിലർലി S21 അതായത് സെക്കൻഡ് മെസ്സേജ് പോയിന്റ് അല്ലെങ്കിൽ മെസ്സേജ് പോയിന്റ് 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മൈനസ് റൂട്ട് TB. സോ ഇതാണ് നമ്മൾ based on the message point നമ്മൾ വരച്ച ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് BPSK സിഗ്നൽ അല്ലെങ്കിൽ BPSK സിസ്റ്റം. ആ BPSK സിസ്റ്റത്തിന്റെ ജോമെട്രിക് റെപ്രസെന്റേഷൻ ആണ്, അല്ലെങ്കിൽ സിഗ്നൽ സ്പേസ് ഡയഗ്രം എന്നും പറയും, അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് എന്നും കൂടി ഇതിന് പറയും. സോ ഹിയർ വി ഹാവ് 2 മെസ്സേജ് പോയിന്റ്. ഈ മെസ്സേജ് പോയിന്റ് ആണ് നമ്മൾ S11ന്റെ വാല്യൂ എന്തായിരുന്നു പ്ലസ് റൂട്ട് TB. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് S21 വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് പോയിന്റ് 2 ദാറ്റ് ഈസ് മൈനസ് റൂട്ട് TB. ഈ S11 എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇവിടെ ഒരു ഇതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to ഇൻഫിനിറ്റി. ആ 0 to ഇൻഫിനിറ്റി വരുന്ന സ്പേസ് ആണ് റീജിയൻ 1, ദാറ്റ് ഈസ് റീജിയൻ Z1 ഓർ റീജിയൻ 1. ആൻഡ് 0 to മൈനസ് ഇൻഫിനിറ്റി ഉള്ള റീജിയൻ ആണ് റീജിയൻ 2 അല്ലെങ്കിൽ റീജിയൻ Z2. ആൻഡ് ദിസ് ഈസ് അവർ ഡിസിഷൻ ബൗണ്ടറി. നമുക്ക് ഇവിടെ ഒറ്റ ബേസിസ് ഫംഗ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് 1 ഡയമെൻഷണൽ ആണ്. ഈ BPSK എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ സ്കീമാണ് നമ്മൾ പറയുന്നത്. സിൻസ് വി ഹാവ് ഓൺലി 1 ബേസിസ് ഫംഗ്ഷൻ that is represented in this x-axis, that is phi 1 of t. And the value എന്ന് പറഞ്ഞാൽ root of 2 by TB cos 2 pi fct ആണ്. So this is the phi 1 of t. അപ്പോൾ നമുക്കറിയാം the coordinates of the message points നമ്മൾ find out ചെയ്തു. S11 എന്ന് പറഞ്ഞാൽ 0 to TB, S1 of t, phi 1 of t dt, that is plus root TB. S21 എന്ന് പറഞ്ഞാൽ 0 to TB, S2 of t, phi 1 of t dt, that is minus root TB. So this is our constellation അല്ലെങ്കിൽ സിഗ്നൽ സ്പേസ് ഡയഗ്രം എന്നും പറയും, അല്ലെങ്കിൽ ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് BPSK സിഗ്നൽ. ഈ ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് BPSK സിഗ്നൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം മെസ്സേജ് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് phi 1 of t നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു.
ദാറ്റ് ഈസ് ബേസിസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ആ ബേസിസ് ഫംഗ്ഷന്റെ മുകളിൽ എവിടെയാണ് മെസ്സേജ് പോയിന്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആ മെസ്സേജ് പോയിന്റ് എവിടെയാണ്, അതിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മെസ്സേജ് പോയിന്റ് കറസ്പോണ്ടിങ് വിറ്റ് വിൽ ബി S11 S21 നമുക്ക് ഫൈൻഡ് ചെയ്യണം. S11 നമ്മൾ ഫൈൻഡ് ചെയ്തു, S21 ഫൈൻഡ് ചെയ്തു, അത് പ്ലോട്ട് ചെയ്തു. ദിസ് ഈസ് അബൌട്ട് ദ സിഗ്നൽ സ്പേസ് ഡയഗ്രാം. ഇനി സിഗ്നൽ സ്പേസ് ഡയഗ്രാം ഫൈൻഡ് ചെയ്താൽ ഹെൻസ് ദ മെസ്സേജ് പോയിന്റ് കറസ്പോണ്ടിങ് ടു S1 ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് S11. അതായത് സിമ്പിൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് മെസ്സേജ് പോയിന്റ്, അതായത് S11 എന്ന് പറഞ്ഞാൽ സിഗ്നലിന്റെ പ്രൊജക്ഷൻ ഓൺ 5-1, അതാണ് S11 ഉദ്ദേശിക്കുന്നത്. S1 എന്നുള്ള സിമ്പിൾ 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രൊജക്ഷൻ ഓൺ 5-1. ആ S1 എന്ന് പറഞ്ഞാൽ √TB ആണ്, അത് ഇവിടെ. ആൻഡ് സിമ്പിൾ 2 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രൊജക്ഷൻ ഓൺ 5-1, അത് സെക്കൻഡ് സിമ്പിൾ. ഫസ്റ്റ് സിമ്പിൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് മെസ്സേജ് പോയിന്റ് എവിടെയാണെന്ന് നോക്കാം. സിമ്പിൾ 2 ദാറ്റ് സിമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് മെസ്സേജ് പോയിന്റ് എവിടെയാണെന്ന് നോക്കാം. So hence the message point corresponding to S1 of t is located at S11, that is equal to plus √TB, and that corresponding S2t is at S21, that is minus √TB. So we get the message point like this, and this is our signal space diagram. Next adinte BPSK waveform aanu. Here we have a message signal aanu, and this is the carrier signal. Here we can see BPSK in the case like 0 transmit cheyumbol there is 180 degree out of phase I. That is symbol 1 എന്ന് പറയുമ്പോൾ it is going like this, and when the next symbol that is 0 ആവുമ്പോൾ there is this carrier wave അല്ലെങ്കിൽ carrier 180 degree out of phase ആവും. Again symbol 1 ആവുമ്പോൾ in phase. ഇപ്പോൾ next 0 ആണെങ്കിൽ it will be out of phase. So this is the BPSK waveform. Now we are going to generation and detection of coherent BPSK. ഈ നമുക്ക് രണ്ട് സിമ്പിൾസ് ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. That is plus √TB minus √TB. So we have obtained two signal. അപ്പം ഈ BPSK ജനറേഷനിൽ നമുക്ക് രണ്ട് സിഗ്നൽസ് ആണ് ഉള്ളത്. That is √TB for corresponding for 1 and minus √TB for corresponding symbol 0. So ഈ രണ്ട് സിമ്പിൾ നമ്മളൊരു പ്രൊഡക്റ്റ് മോഡുലേറ്ററിലേക്ക് കൊടുക്കും. This is a product modulator, and 5-1 of t is given to the product modulator, and correspondingly we obtain Sij, corresponding to I equal to 1 to m, j equal to 1 to n aanu. Here we have only one orthonormal basis function, so j ന്റെ value 1 മാത്രമായിരിക്കും, and here I ന്റെ value it can takes two value, either S11 or S2, either S1 or S2. So നമുക്ക് Sij of t ന്റെ രണ്ട് വാല്യൂസ് പോസിബിൾ ആയി, either S11 അല്ലെങ്കിൽ S21 രണ്ട് വാല്യൂസ് ഉള്ളത്. സോ കറസ്പോണ്ടിംഗ്ലി √TB ന്റെ വാല്യൂ ഇസ് ഫോർ ട്രാൻസ്മിറ്റിംഗ് 1 ആൻഡ് മൈനസ് √TB എന്ന് പറഞ്ഞാൽ ഫോർ സിമ്പിൾ ട്രാൻസ്മിറ്റിംഗ് 0. സോ അതിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്ററിൽ വഴി 5-1 of t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് മോഡുലേഷൻ ചെയ്യും. അങ്ങനെ കിട്ടുന്ന സിമ്പിൾ either S11 or S21 ആണ്. സോ ഇതിന്റെ ജനറേഷനിലെ ബ്ലോക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ, സിൻസ് ഇതൊരു ബൈനറി ഇൻപുട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്, ദാറ്റ് ഇസ് 0-1 ആയതുകൊണ്ട് we have to do bipolar non-return to 0 level encoding അത് ചെയ്യും. അത് ബൈപോളാർ നോൺ റിട്ടേൺ ടു 0 ലെവൽ എൻകോഡിംഗിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് രണ്ട് സിമ്പിൾ കറസ്പോണ്ടിങ് സിമ്പിൾ വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് √TB ആൻഡ് മൈനസ് √TB കിട്ടും. അത് നമ്മൾ ഒരു ബാലൻസ്ഡ് മോഡുലേറ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഇസ് ദിസ് ഷോൺ ഇൻ ദി ഫിഗർ. ബാലൻസ് മോഡുലേറ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഇൻപുട്ട് ആയിട്ട് അതിന്റെ ഒരു ഇൻപുട്ട് ദാറ്റ് ഇസ് 5-1 of t, ദാറ്റ് ഇസ് ബേസിസ് ഫംഗ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും BPSK സിഗ്നൽ. ഈ ബേസിസ് ഫംഗ്ഷൻ ആണ് നമ്മൾ കാരിയർ, അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ BPSK സിഗ്നൽ, ദാറ്റ് ഇസ് Sij of t. So here we can see the generation. Here generation data binary data sequence ആണ്. A binary data sequence is given to a bipolar non-return to 0 level encoder. The output of which is B of t ആണ്. B of t ക്ക് രണ്ട് വാല്യൂ ടേക്ക് ചെയ്യാം, either √TB or minus EB. അതൊരു ബാലൻസ് മോഡുലേറ്ററിലേക്ക് കൊടുക്കും. അവിടെ നമ്മളെ കാരിയർ സിഗ്നൽ കൊടുക്കും. ഈ കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് അവർ 5-1 of t. അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മളെ BPSK സിഗ്നൽ, അതായത് S11 അല്ലെങ്കിൽ S21. So here the input binary sequence symbol 1 and symbol 0 are represented by √TB and minus √TB respectively. The resulting binary wave and the carrier signal are applied to a balanced modulator. And next is the detection part.